കൊല്ലം ചിതറയിൽ കച്ചവടക്കാരിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പരാതി. തൂക്കി നൽകിയ മരച്ചീനി കുറഞ്ഞുപോയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. CPM പ്രാദേശിക നേതാക്കളായ റഫീഖിനും മകൻ നജീബിനുമാണ് ചിതറ പോലീസ് സംരക്ഷണം നൽകുന്നത്. ചിതറ മങ്കോട് ആനന്ദ് ഭവനിൽ ഓമനയ്ക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് ഓമനയ്ക്ക് മർദ്ദനമേറ്റത്. ചിതറ കിഴക്കുംഭാഗം മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപത്തെ ഓമനയുടെ വഴിയോര കടയിലെത്തിയ റഫീഖ് മരച്ചീനി ആവശ്യപ്പെട്ടു. തൂക്കി നൽകിയ മരച്ചീനിയിൽ കുറവ് വന്നു എന്നാരോപിച്ച് തർക്കമുണ്ടാവുകയും പ്രകോപിതരായ പ്രതി മകൻ നജീബിനെ വിളിച്ചു വരുത്തുകയും ഇരുവരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ചീനി തൂക്കി എടുത്തപ്പോ 1,100 ഉണ്ടായിരുന്നു. അത് കൊടുത്തപ്പോ ഈ 2 ചീനിയാണോ നിനക്ക് 1 കിലോ എടിയെന്ന് ചോദിച്ച് ഒരു പള്ളും പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, പള്ളു പറയല്ലേ മാമ, മാനിയായിട്ട് സംസാരിക്കണേന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, മാനിയായിട്ട് സംസാരിച്ചില്ലേ എന്തരിയോടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് ഒരടി അടിച്ചു. തിരിച്ച് കാറില് അവരെ ചെറുകുട്ടി ഉണ്ടായിരുന്നു. ആ പയ്യനും വന്ന് ഓടി വന്ന് എന്നെ അടിച്ചുള്ള പ്രാടാണെന്ന് പറഞ്ഞു. മർദ്ദനത്തിൽ ഗുരുതരമായി പരുക്കേറ്റ ഓമന ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ചിതറ പോലീസ് തയ്യാറാകുന്നില്ല എന്നും ഓമന പരാതിപ്പെടുന്നു. അവരെ ഭാഗത്താണ് പോലീസ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, വലിയ ആൾക്കാർ അങ്ങ് കയറ്റി വിട്ടാ സാറേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, പോലീസ് അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അവസാനം അവര് മുമ്പേ അവരെ കാറിലങ്ങ് പോവുകയും ചെയ്തു. നമ്മളെ രണ്ടാമത് ഷോയൊക്കെ കാണിച്ചത് മതി, ഇനി വണ്ടി കയറുന്നു പറഞ്ഞു. നിങ്ങൾക്കുള്ള കാര്യം മാത്രം നോക്കി ഇവിടെ നിന്നാ പറ്റൂല. ഇത്രയും 11 ദിവസമായി ഇതുവരെയും പ്രതിനെ പിടിക്കുന്നില്ല അവര്. പിന്നെ ചിതറ പോലീസുകാർ അവരെ സഹായിക്കുകയാണ്, പാർട്ടി ലെവലിലാണ്. ചിതറയിലെ CPM പ്രാദേശിക നേതാക്കളാണ് റഫീഖും നജീബും. പാർട്ടിയിലെ ഉന്നതരുടെ ഇടപെടലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിലെന്നാണ് ആക്ഷേപം. ജനം, കൊല്ലം.